ഒരു വീട്ടിൽ മൂന്നാമതൊരു കുട്ടി ജനിച്ചാൽ 30,000 രൂപ, നാലാമത്തെ കുട്ടിയാണെങ്കിൽ 40,000 രൂപ. അതുകൊണ്ട് ജനസംഖ്യ വർദ്ധിക്കുമോ? സ്ത്രീകൾ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമോ? 3ഉം 4ഉം കുട്ടികളാവാമെന്ന് കുടുംബം തീരുമാനിക്കുമോ? ആന്ധ്രയിലെ ജനസംഖ്യാ വർദ്ധിപ്പിക്കൽ പദ്ധതിയിൽ നിന്നും കേരളത്തിന് എന്താണ് പഠിക്കാനുള്ളത്? 2026 മെയ് 16 ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഔദ്യോഗികമായി സർക്കാരിൻ്റെ പോപ്പുലേഷൻ മാനേജ്മെന്റ് പോളിസി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഓഗസ്റ്റ് 15 അത് നിലവിൽ വരികയും ചെയ്യും. സംസ്ഥാനത്തെ കുറഞ്ഞു വരുന്ന ജനനനിരക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനൊരു കാരണമുണ്ട്. സംസ്ഥാനത്തെ തൊഴിൽ സേനയുടെ എണ്ണം കുറയുകയും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം 2005-2006 മുതൽ ആന്ധ്രയിലെ പ്രജനന നിരക്ക് 1.8 ആണ്. അതായത് ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലധികമായി. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് 2025 പ്രകാരം ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും 1-2 കുട്ടികൾ മതി എന്ന് ചിന്തിക്കുന്നവരാണ്. 10% താഴെ ആളുകൾ മാത്രമേ 3 അതിലധികമോ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ആളുകൾ എന്തിനാണ് വലിയ കുടുംബങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്? ജീവിതത്തെയും കുടുംബത്തെയും കുട്ടികളെയും കുറിച്ച കാഴ്ചപ്പാടുകളാണ് അതിന് പ്രധാന കാരണം. എന്നാൽ ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ സാമ്പത്തിക സാമൂഹിക ഘടകങ്ങളായിട്ടാണ് അവ പ്രതിഫലിക്കുക. അതായത് സാമ്പത്തികമായി മാത്രം ആലോചിച്ചാൽ ഒരു കുട്ടിക്ക് ജനനം നൽകി വളർത്തുക എന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ബാധ്യതയാണ്. അവിടെയാണ് സർക്കാർ ഈ 30,000-40,000 രൂപയുമായി വരുന്നത്. ആന്ധ്രയിലെ നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ 50%-ലധികം പ്രസവങ്ങളും നടക്കുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ്. ഇതിൽ 52%-വും വലിയ ചിലവ് വരുന്ന സിസേറിയനുകളാണ്. അപ്പോൾ സർക്കാർ നൽകുന്ന തുക പലപ്പോഴും പ്രസവ സമയത്തെ ആശുപത്രി ചിലവുകൾക്ക് പോലും തികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. താമസ സൗകര്യങ്ങളുടെ കുറവ്, തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം, നല്ല ഡേ കെയറുകളുടെ അഭാവം എന്നിവ മറച്ചു വെച്ചുകൊണ്ട് സർക്കാർ നൽകുന്ന ഈ ഒറ്റത്തവണ പാരിതോഷികം തികച്ചും ഒരു മിസ്പ്ലേസ്ഡ് ഇൻസെൻറ്റീവാണ്. അത് ഫലപ്രദമാവണമെന്നില്ല. ഇനി ഈ വിഷയം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് നോക്കാം. ആന്ധ്രയേക്കാൾ ഭീകരമാണ് കേരളത്തിലെ അവസ്ഥ. ജനസംഖ്യ നിലനിർത്താൻ ആവശ്യമായ നിരക്ക് 2.1 ആണെങ്കിൽ കേരളത്തിൽ 1990 മുതൽ ഇതിനു താഴെയാണ് പ്രജനന നിരക്ക്. ഒന്നിലധികം കുട്ടികൾ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കേരളത്തിൽ. ഇനി മറ്റു ചില കണക്കുകളിലേക്ക് വരാം. ഇന്ത്യയിൽ നഗരങ്ങളിലെ ഒരാളുടെ ശരാശരി പ്രതിമാസ ചെലവ് 6,996 രൂപയാണെങ്കിൽ കേരളത്തിൽ അത് 7,781 രൂപയാണ്. അതായത് 4 പേരുള്ള ഒരു ശരാശരി മലയാളി കുടുംബത്തിന് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മാത്രം ഒരു മാസം 26,000 രൂപ മുതൽ 31,000 രൂപ വരെ ചെലവ് വരും. 2026 മെയ് മാസത്തിൽ പുറത്തുവന്ന നാഷണൽ സാമ്പിൾ സർവേയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആന്ധ്രാപ്രദേശിൽ സർക്കാർ സ്വകാര്യ ആശുപത്രി, സാധാരണ പ്രസവം, സിസേറിയൻ ഈ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു പ്രസവത്തിന് ശരാശരി 21,770 രൂപ ചെലവാകുന്നുണ്ട്. രാജ്യത്ത് ഏറ്റവും ഉയർന്ന പ്രസവ ചിലവുള്ളത് കേരളത്തിലാണ്, 39,893 രൂപ. സർക്കാർ ആശുപത്രിയിൽ 4,463 രൂപയും സ്വകാര്യ ആശുപത്രിയിൽ 53,125 രൂപയുമാണ്. ഇതൊക്കെയും ആശുപത്രിയിൽ മാത്രം ചിലവാകുന്ന തുകയാണ്. കേരളത്തിൽ 99.8% പ്രസവങ്ങളും ആശുപത്രികളിലാണ് നടക്കുന്നത്. ഇതിൽ സിസേറിയൻ നിരക്ക് ഏകദേശം 39%. അതായത് സർക്കാർ നൽകുമെന്ന് പറയുന്ന ഈ 30,000 രൂപ കേരളത്തിലും ആന്ധ്രയിലുമൊന്നും ഒരു മാസത്തെ വീട്ടുചിലവിനോ അല്ലെങ്കിൽ പ്രസവ ചിലവിനോ മാത്രമേ തികയുകയുള്ളൂ. അല്ലെങ്കിൽ തികയില്ല. കുട്ടിയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ വേറെയും ചിലവുകളുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്തരം സാമൂഹിക മാറ്റങ്ങളിൽ എപ്പോഴും ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് സമൂഹത്തിലെ മധ്യവർഗമാണ്, അഥവാ മിഡിൽ ക്ലാസ്. മധ്യവർഗമായിരിക്കും സമൂഹത്തിൻ്റെ റഫറൻസ് ഗ്രൂപ്പ്. അതായത് മധ്യവർഗം ഒരു തീരുമാനമെടുത്താൽ സമൂഹത്തിലെ മറ്റ് താഴെ തട്ടിലുള്ള വിഭാഗങ്ങൾ ആ ജീവിത രീതിയെ അനുകരിക്കാൻ തുടങ്ങും. കുട്ടികളെ 2-ലൊതുക്കാൻ തുടങ്ങിയതും പിന്നീട് 1-ലേക്ക് ചുരുക്കിയതും ഈ മധ്യവർഗമാണ്. അവരാകട്ടെ ആശുപത്രിയിൽ അടക്കാൻ കാശില്ലാഞ്ഞിട്ടുമല്ല അങ്ങനെ ചെയ്തത്. അവരെ അനുകരിക്കുകയാണ് പിന്നീട് സമൂഹം ചെയ്തത്. അതുകൊണ്ട് സർക്കാരുകൾ കേവലം കുറച്ചു പണം സൗജന്യമായി പ്രഖ്യാപിക്കുന്നതിനു പകരം മധ്യവർഗത്തിൻ്റെ ഇടയിൽ കൂടുതൽ കുട്ടികളാകാം എന്നൊരു ബോധം ഉണ്ടാക്കുകയാണ് വേണ്ടത്. മധ്യവർഗം ആ മാറ്റം ഉൾക്കൊണ്ടാൽ സ്വാഭാവികമായും സമൂഹം അത് സ്വീകരിക്കും. അപ്പോൾ സർക്കാരുകൾ എന്താണ് ചെയ്യേണ്ടത്? 30,000 രൂപ കൊടുക്കുന്നതിന് പകരം ഒരു ശിശു സൗഹൃദ ആവാസ വ്യവസ്ഥ, അഥവാ ചൈൽഡ് ഫ്രണ്ട്ലി എക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. അതായത് കുഞ്ഞുങ്ങൾക്ക് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യാവുന്ന സാഹചര്യം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശമ്പളത്തോടു കൂടിയ പ്രസവാവധി, കുറഞ്ഞ നിരക്കിൽ സുരക്ഷിതമായ ഡേ കെയർ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും സൗജന്യമോ ചിലവ് കുറഞ്ഞതോ ആയ സംവിധാനങ്ങൾ,
കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഇൻകം ടാക്സിലും ഭവന വായ്പയിലും ഇളവുകൾ. ഇതൊക്കെയാണ് സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത്. കുട്ടികളെ വളർത്തുക എന്നത് കുടുംബത്തിൻ്റെ മാത്രം ബാധ്യതയല്ല, മറിച്ച് അതൊരു സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് സർക്കാരുകൾ തിരിച്ചറിയുന്ന കാലത്ത് മാത്രമേ ജനന നിരക്കിൽ ഒരു വർധനവ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കുത്തനെ കുറഞ്ഞേക്കാവുന്ന ജനസംഖ്യ, വയോജനങ്ങളുടെ ആധിക്യം, തൊഴിൽ സേനയുടെ കുറവ് വ്യവസായ നിർമ്മാണ മേഖലയിൽ സൃഷ്ടിച്ചേക്കാവുന്ന പ്രതിസന്ധി, രാഷ്ട്രീയ പ്രാതിനിധ്യക്കുറവ് തുടങ്ങിയ ഇപ്പോൾ സംഭവിച്ചു തുടങ്ങിയതും ഭാവിയിൽ ഗുരുതരമായേക്കാവുന്നതുമായ പ്രതിസന്ധികളെ മുന്നിൽ കണ്ടാണ് തിരുത്തൽ നടപടികളിലേക്ക് ആന്ധ്ര സർക്കാർ കടന്നത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പാഠങ്ങൾ ലോകത്തിന് മുമ്പിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രയേക്കാൾ ഗുരുതരമാണ് കേരളത്തിൻ്റെ കാര്യം. അതിവേഗം കേരളം ഒരു ഏജിംഗ് പോപ്പുലേഷനായി മാറുകയാണ്. പക്ഷേ ഇതുപോലൊരു നടപടി കൈക്കൊള്ളാൻ കേരളത്തിലെ സർക്കാരുകൾക്ക് പ്രയാസകരമായിരിക്കും. കാരണം കുട്ടികൾ വേണ്ട, കുട്ടി ഒന്ന് മതി, അല്ലെങ്കിൽ 2, കുറഞ്ഞ കുട്ടികൾ, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്നതൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധമായി മാറിയിരിക്കുന്നു. ദാരിദ്ര്യമല്ല, ഉയർന്ന ജീവിത നിലവാരത്തെക്കുറിച്ച കാഴ്ചപ്പാടുകളാണ് കേരളത്തെ നിർണയിച്ചത്. ഉയർന്ന വിദ്യാഭ്യാസം, തൊഴിൽ സുരക്ഷ, ഉയർന്ന തൊഴിൽ മോഹങ്ങൾ, സ്ത്രീ വിദ്യാഭ്യാസം, കൂട്ടുകുടുംബങ്ങളുടെ തകർച്ച തുടങ്ങി അനേകം അടരുകളുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ജനസംഖ്യയുടെ കിടപ്പ്. അതിനാൽ തീർത്തും വ്യത്യസ്തമായ ഒരു മൂല്യസങ്കല്പം വളർത്തിയെടുത്താലേ സമീപ ഭാവിയിൽ കേരളം അഭിമുഖീകരിക്കാവുന്ന അതിസങ്കീർണമായ ജനസംഖ്യാ പ്രതിസന്ധിയെ അതിജീവിക്കാനാവൂ.